തോന്നുമ്പോഴൊക്കെ വന്ന് തല്ലി ചതച്ചിട്ട് പോവാൻ പട്ടികളൊന്നുമല്ലേ മാന ഇവിടുത്തെ തൊഴിലാളികൾ. കാര്യം വന്നിട്ട് കൈപൊക്കുന്ന അയൽക്കൂട്ടർക്ക് നല്ലത്. കാരണം പറയാതെ കൈപൊക്കിയാ നീ എന്ത് ചെയ്യടാ? ആ പൊക്കുന്ന കൈ ഞാൻ അറിഞ്ഞ് താഴെ ഇടും, അത്രേ ഉള്ളൂ. നീ ഇപ്പോ മാർക്കറ്റിൽ ഒരു ചുമട്ട് തൊഴിലാളി മാത്രമല്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പിരിയാനാവാത്ത കൂട്ടുകാരൻ കൂടിയാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിന്റെ ഈ പോലീസ് വേഷത്തിൽ കാണുക എന്നത്. നമ്മൾ കുട്ടിക്കാലത്ത് കള്ളും പോലീസും കളിക്കുന്ന ഓർമ്മയിടാ കുഞ്ഞാലി? അന്നും നീ തന്നെയായിരുന്നു പോലീസ്, ഞാൻ കള്ളനും. നീ സ്കൂളിൽ പോകണമെന്ന് അച്ഛൻ എത്ര നിർബന്ധമായിരുന്നു? അന്ന് എനിക്കതിനുള്ള വിവരമില്ലായിരുന്നു. എന്റെ വാപ്പക്കും വിവരമില്ലായിരുന്നു. അതുകൊണ്ടല്ലേ നമുക്ക് 5 വയസ്സുള്ളപ്പോ വാപ്പ എന്നെ ഇട്ടേച്ചും പടച്ചോണ്ടടുത്തേക്ക് പോയത്. അന്ന് നിന്റെ അച്ഛൻ എന്നെ വീട്ടിൽ വിളിച്ച് കയറ്റില്ലായിരുന്നെങ്കിൽ ഞാൻ പട്ടിണി ഒന്ന് ചാകുമായിരുന്നു. ചന്തയിലെ ചട്ടമ്പികളുടെ കയ്യിൽ നിന്നും അടിയും ഇടിയും കുറെ വാങ്ങിയതില്ലേ? ഞാനൊരു പെങ്ങളല്ലാതെ ആരിയ്ക്കുന്നു തുണി മുക്കി ആവി പിടിച്ചു തരാൻ? കണ്ടോടാ കുഞ്ഞാലി, ഇതാണ് പണ്ടച്ഛൻ പറയാറുള്ളത്, അദ്ദേഹത്തിന് 3 മക്കളുണ്ടെന്ന്. നമ്മുടെ അന്തസ്സിന് ചേർന്നല്ല കുഞ്ഞാലിക്ക ഈ വഴക്കും വയ്യാവേലി. അന്യായം കണ്ടാൽ അത് കണ്ടോണ്ട് നിൽക്കാൻ എന്നെ കിട്ടില്ല. പോലീസും കോടതിയൊക്കെ ഇടപെട്ട് വരുമ്പോ വാദിയെ പ്രതിയാക്കുന്ന നാടാ നമ്മുടേത്. പോലീസിനെ നീതിയൊന്നും പഠിപ്പിക്കണ്ട. കഴിവതും മറ്റുള്ളവരുമായി യോജിച്ചു പോകുന്നതാണ് എല്ലാവർക്കും നല്ലത്. നിയമത്തിന്റെ ഭാഷയൊന്നും എനിക്കറിയില്ല, സ്നേഹത്തിന്റെ ഭാഷ എനിക്കറിയും. ഒരു പോലീസ് ഉദ്യോഗസ്ഥ എന്ന നിലയിൽ എനിക്ക് നിയമത്തെ മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ. ഒരു കാര്യം ഞാൻ തീർത്തു പറഞ്ഞേക്കാം, കമ്പോളത്തിൽ നീ വഴക്കുണ്ടാക്കിയെന്ന് കേട്ടാൽ അന്ന് ഞാൻ ഈ ഉദ്യോഗം രാജിവെക്കും. മധു, ചേട്ടാ, എന്നെ ആര് തല്ലിയാലും ഞാനിനി തിരിച്ചു തല്ലില്ല. ഞാൻ ഈ നാട് വിട്ട് ഈ നിമിഷം പോയിക്കോളാം. നീ ഉദ്യോഗത്തിൽ നിന്ന് പിരിയരുത്. എന്റെ ജീവനാണ് നിന്റെ ഉദ്യോഗം. ഈ ഗുളിക മരുന്നും കൂടെ 6 നേരത്തേക്കുണ്ട്. ഈ ഉപകാരത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നന്ദിയൊക്കെ നല്ലപോലെ എഴുന്നേറ്റ് നടക്കാനായിട്ട് പറഞ്ഞാൽ മതി. ഞാൻ പോയിട്ട് വരാം. മരുന്നൊക്കെ സമയത്തിന് കഴിക്കണം. കുഞ്ഞാലിക്ക, ചേട്ടൻ കാരണം എനിക്കിപ്പോ കോളേജിൽ പോലും പോകാൻ വയ്യാതായിരിക്കാണ്. അവനിപ്പോ ഇവിടെയും വരാറില്ലല്ലോ. എന്ത് ചെയ്യാ, മകനായി പോയില്ലേ, ക്ഷമിക്കാതിരിക്കാൻ പറ്റും. ഡാഡി, എനിക്കൊരു 500 രൂപ വേണം, പിക്നിക്കിന് പോകാനാണ്. 500 രൂപ? തരൂ ഡാഡി, ഇനി ഞാൻ ചോദിക്കില്ല. ഇതാ, സേഫ് തുറന്ന് എടുത്തോളൂ. താങ്ക് യു ഡാഡി. ചെയ്തു ഇരിക്കൂ. ലോഡുകളെല്ലാം പറഞ്ഞ സമയത്ത് എന്നെ കൊണ്ടെത്തിച്ചു. തൊഴിലാളികളുടെ ആത്മാർത്ഥം കൊണ്ടാണ് ഇത്രയും വേഗം ജോലി തീർക്കാൻ കഴിഞ്ഞത്. സേതുവിന് ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് കൃത്യസമയത്ത് നടക്കുമെന്ന് എനിക്കറിയാം. ഓക്കേ ഡാഡി. മോള് ചെല്ലും. മുതലാളി, ഞാനിന്ന് വന്നത്
ഞങ്ങളുടെ ബോണസിന്റെ കാര്യം സംസാരിക്കാനാണ്. അതിന് അല്പം കൂടി സമയം തന്നുകൂടെ? അത് പറ്റില്ല. ഞാൻ എന്റെ തൊഴിലാളികളുടെ കാര്യത്തിൽ ഒട്ടും വിട്ടുവെച്ച് തയ്യാറല്ല. ഒരു നല്ല തൊഴിലാളി മുതലാളി ബന്ധം സൃഷ്ടിക്കാനാണ് എന്റെ ശ്രമം. സേതു, മുതലാളി ഇല്ലെങ്കിൽ തൊഴിലാളി ഇല്ലെന്ന് ഓർക്കണം. തൊഴിലാളി ഇല്ലെങ്കിൽ മുതലാളിയില്ല. ഞാൻ സേതുവിനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. ബോണസിന്റെ കാര്യം അടുത്ത ആഴ്ച തന്നെ ശരിപ്പെടുത്താം. പിന്നെ സേതുവിന് പണത്തിന്റെ ആവശ്യമല്ലെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കണ്ടാവും. എനിക്ക് എന്റേതായ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എന്റെ തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകൾ മാത്രം പരിഹരിച്ചാൽ മതി. ആ, ഞാൻ പോവുകയാണ്. ആ, ശരി. മുതലാളിയുടെ ഈ ഇടയിലൊന്നും അവൻ കൊത്തത്തില്ല. അതിന് വേറെ ആളിനെ നോക്കണം. ഒന്നിച്ച് ആ തുക ബാങ്കിലിടാൻ പറഞ്ഞാൽ സംഗതി ആകെ കുഴപ്പമാ. മുതലാളി കളക്ടറെ വിളിച്ച് കാര്യം പറ. എന്നിട്ട് നടക്കുന്നില്ലെങ്കിൽ മിനിസ്റ്ററെ വിളിച്ച് കാര്യം പറ. എന്നിട്ട് നടക്കുന്നില്ലെങ്കിൽ എന്നെ വിളിച്ച് കാര്യം പറ. ഞാൻ ശരിയാക്കി തരാം. എരപ്പാളി. പോകാൻ പറഞ്ഞ് ഞാനങ്ങ് പോകത്തില്ലേ. എന്തിനാ ചൂടാകുന്ന ആവശ്യം? ഒരു പഴം തന്നെ. തൃപ്തിയുണ്ടോ? ഇല്ല. ഫാൻറ്റ ഉണ്ടോ? ഇല്ല. ഒരു പഴം കൂടെ തരും. സാറേ, സമയം എന്തായി? 3:30. 3:30 ആയുള്ളൂ. പാളയത്തേക്ക് എപ്പോഴാ വണ്ടി? ഇപ്പൊ ഉണ്ട്. ആ, ഇപ്പൊ എപ്പോ? ഇപ്പൊ ഉണ്ടല്ലേ. ശരി. വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരേന്ത്യയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ എന്റെ മാതാപിതാക്കൾ ഒലിച്ചുപോയി. അതിനിപ്പോ ഞാനെന്ത് വേണം? 12 അംഗങ്ങളുള്ള കുടുംബത്തിന്റെ ഭാരം എന്നിലായി. അത് ശരി. 4 പേരെ പോലെ ജോലി ചെയ്ത് ജീവിക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യാൻ അപേക്ഷ എന്ന് മാരാരാശ്രീ NB വായിച്ചു കഴിഞ്ഞാൽ മടക്കിത്തരാൻ അപേക്ഷ. അവന്റെ അമ്മയുടെ മലവെള്ളപ്പൊക്കം. കാശിലുണ്ടോന്ന് നോക്കട്ടെ. അയ്യോ, ഇതെന്തോന്ന്? ഓട്ടയാ. ഇവൻ എന്ത് ദരിദ്രവാസിയാടാ. ശവം. അയ്യോ, എത്ര പറഞ്ഞാലും കുഞ്ഞാലിക്ക് കേൾക്കത്തില്ല. എന്താ പുതിയ ഷർട്ടുകളിടാത്തെ? മധു കാക്കി ഉടുപ്പിടുന്നത് അവൻ പോലീസ് ഓഫീസർ ആയതുകൊണ്ട് എന്റെ ജോലിക്ക് പറ്റിയ വേഷം ഇതാണ്. ഇത്രയും നേരം നീ എനിക്ക് വിളമ്പി തന്നില്ലേ, ഇനി ഞാൻ നിനക്ക് വിളമ്പിത്തരാം. എനിക്കറിയാം, ഞാൻ വിളമ്പത്തില്ല. വേണ്ട വേണ്ട, ഒറ്റയ്ക്ക് വിളമ്പി തിന്നാലേ നീ 2 കഴിയുടെ ചോറ് തിന്നു. തടി കൂടിയാലേ അതിനൊത്ത ചെക്കനെ കിട്ടാൻ പാടാ. അവിടെ ഇരി. നീ അവിടെ ഇരിക്കു വെച്ചേ. ഞാൻ കൈ കഴിയുന്നുണ്ട് കുഞ്ഞാലിക്ക. ആ, കൈയൊന്നും കഴുകണ്ട, നിനക്ക് ഞാൻ വാരി തരാം. മാ പിടിച്ചോ. ആ ആ ആ ആ. എന്താ ഇന്നലെ വീട്ടിൽ വന്നിട്ട് പെട്ടെന്ന് പോയി കളഞ്ഞത്? കാണേണ്ട ആളിനെ കണ്ടു, കാര്യം പറഞ്ഞു, തിരിച്ചു പോന്നു. സേതു കാണേണ്ട ആളിനെ കണ്ടു, പക്ഷേ സേതുവിനെ കാണാൻ കൊതിച്ചിരുന്ന ആളിനെ കണ്ടില്ല. എന്നെ കാണാൻ കൊതിച്ചിരുന്നു. ആര്? കാണാൻ കൊതിയില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ വരുമായിരുന്നു. കുഞ്ഞു വീട്ടിലേക്ക് പോകും. ആ, കുഞ്ഞെന്നോ? എനിക്ക് സംസാരിച്ചു നിൽക്കാൻ സമയമില്ല, ജോലിക്ക് പോകാൻ സമയമായി. വരും.